അതെ, ഞാനിപ്പോ ഉള്ളത് പാടൂര് ആനവളവ് സരോജിനി അമ്മയുടെ വീട്ടിലാണ്. ഞാൻ അമ്മേരുടെ അവസ്ഥേനെ പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ കാലൊക്കെ മുറിച്ച് കളഞ്ഞാണ്. അമ്മയ്ക്ക് ഷുഗർ എപ്പോഴും ഹൈ ആയിട്ടും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവരുടെയിലാണെങ്കിൽ വേറെ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, ജീവിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകെ വീട്ടിലുള്ളത് ഇതേ ചേച്ചിയും ചേച്ചിയുടെ ഒരു കുഞ്ഞു മോളും ഈ പ്രായമായ അമ്മയാണ്. ഈ വീടിന്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. മഴ പെയ്താൽ ശരിക്കും ഇവിടുത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളുടെ പഴയ വീഡിയോ എടുത്ത് നോക്കി വെച്ചാൽ അറിയാൻ പറ്റും കേട്ടോ. ഭയങ്കര അവസ്ഥ ഭയങ്കര മോശമാണ്. വീടിനും അകം ഫുള്ള് ചോർച്ചയാണ് ഇല്ലേ ചേച്ചി? അടുക്കള ഭാഗവും എല്ലായിടത്തും ഭയങ്കര ചോർച്ചയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്തായാലും ഞാൻ ഈ വീടിന്റെ അവസ്ഥ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയം ഇവിടെയാണ് കേട്ടോ ഇവര് കിടക്കുന്നത്. ഇതൊരു റൂം. ഇവിടെ അല്ലേ മൂന്നാളൂടി കിടക്കുക? ഓക്കെ, ഇതാ ഇവിടെയാണ് അവര് കിടക്കുന്നത് കേട്ടോ. ഞാൻ അന്ന് വരുമ്പോ ഇവര് കിടക്കുന്നത് ഇങ്ങനെയായിരുന്നു. മൂന്നാളൂടി ഇങ്ങനെ നിവർന്നിട്ടായിരുന്നു കിടക്കുക. ഇങ്ങനെ ഈ മോൾക്ക് കറക്റ്റ് ആണ് കിടക്കാൻ, ഇവർക്ക് രണ്ടുപേർക്കും കിടക്കാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. നിങ്ങളുടെ ഇപ്പൊ ഈ വീട് നോക്കി മുകളിലൊക്കെ നോക്കിയ പൊട്ടി പൊളിഞ്ഞു വീഴാനായി. ഇത് ഏത് നിമിഷമാണേലും തലയിൽ കൂടെ വീഴും. ചതലും പെരിച്ചാഴി ഗ്യാപ്പാണ് അല്ലേ ഇവിടെ? പണിതിട്ട് ചേച്ചി 10-15 വർഷമായി. നിങ്ങൾക്ക് ഇതിപ്പോ പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കിട്ടുക അപേക്ഷിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ലേ? ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് തന്നെയാണ്. അന്ന് 18,000 20,000 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടിയതാണ് ഈ വീട്. പിന്നെ മുഴുവൻ പണികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2003-ലാണ്. പിന്നെ മുഴുവൻ നമ്മളങ്ങനെ ഉള്ള കൊണ്ട് അങ്ങനെ വേഗം ഒപ്പിച്ചിട്ടിരുന്നു. പിന്നെ ആ സൈഡ് അങ്ങനെ ചരിവാണ്. മഴ പെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന മണ്ണ് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ലോട്ടറി കച്ചവടം. ലോട്ടറി കച്ചവടം. ചേച്ചിയുടെ ഒറ്റ ആളുടെ വരുമാനം കൊണ്ടാണോ കുടുംബം കഴിയുന്നത്? എന്റെ ഒരു വരുമാനം കൊണ്ടാണ് ഇവിടെ കഴിഞ്ഞോണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ, അത് വേറെ ഹോസ്പിറ്റൽ കേസ് ഭയങ്കരമാണ്. കാരണം ഒരിക്കൽ വലിയൊരു എമൗണ്ട് ഹോസ്പിറ്റലിൽ കെട്ടേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട്. എപ്പോഴും കടം വാങ്ങിയിട്ടൊക്കെയാണ് ചേച്ചി അമ്മയുടെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ നടത്തുന്നത്. ഇനിയിപ്പോ പഞ്ചായത്തിൽ അപേക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനൊന്നും ഇല്ലേ? പറ്റുന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. മെമ്പർ എന്തെങ്കിലും അത് ചെയ്തു. പക്ഷെ നമുക്ക് ഇനിയിപ്പോ ഓരോ ഇത് ലൈഫിന്റെ ഇതിനല്ലേ, കുറെ കൊടുത്ത് എപ്പോഴാ കിട്ടാന്നൊന്നും അറിയില്ല. എനിക്ക് ഈ മഴ സമയത്ത് ഇവിടെ മൊത്തം കരണ്ട് കത്തിപ്പോയി, വെള്ളം ഇറങ്ങിയിട്ട് ഈ ടിവിയുടെ ഇതില് വർക്കാവില്ല. അടുക്കളയിലും പുറത്തൊന്നും ലൈറ്റില്ല. ഞാൻ ടോർച്ച് അടിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നതൊക്കെ. ലൈറ്റില്ല, വെള്ളം ഇറങ്ങിയിട്ടില്ലേ? വെള്ളം ഇറങ്ങിയിട്ട് മൊത്തം കരിഞ്ഞു പുകഞ്ഞു പോയി. ഇവിടെ ഈ ലൈറ്റും പുറത്തത്തെ ആ ലൈറ്റും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവിടെ ഒന്നും ലൈറ്റ് ഇടാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ മുകളിലൊക്കെ നമുക്ക് നോക്കി അറിയാം. വെള്ളം ഇവിടെ ഫുള്ളും വെള്ളം ഫുള്ള് വെള്ളം വീഴലാണ്. ഉമ്മർത്ത് അതുപോലെ മഴ പെയ്ത് അറിയാൻ പറ്റും ശരിക്കും ഇവിടുത്തെ അവസ്ഥ. ഈ റൂമിൽ നമുക്ക് നിൽക്കാൻ കൂടി പറ്റില്ല, പൂപ്പലിന്റെ സ്മെല്ലടിച്ചിട്ട് ഭയങ്കര മോശമായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ വന്നപ്പോ കണ്ടൊരു അവസ്ഥയാണ് കേട്ടോ. റൂം കാണിച്ചു തരാം കേട്ടോ. വേറെ ഇതാണ് കേട്ടോ ഒരു റൂം. ലൈറ്റ് ഉണ്ടോ ചോദിച്ചേ? ലൈറ്റ് കത്തൂല അല്ലേ? ഇതിന്റെ മുകളിലൊക്കെ നോക്കിയാ കണ്ടതൊക്കെ എപ്പോ വീഴുന്നറിയില്ല. അങ്ങനെ പൊട്ടി പൊട്ടിട്ടാ നിൽക്കുന്നത്. ഇവിടെ ഒന്നും ഒരു സാധനം വെക്കാൻ പറ്റില്ല. ഒന്നും പറ്റൂല അല്ലേ? ഏത് നിമിഷം വേണേലും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നുള്ളൊരു. ഇപ്പൊ മഴക്കാലം വന്ന എന്താ പറയാ, പേടിയായിട്ട് വയ്യ. പേടിയാണ് അല്ലേ? ചെറിയൊരു കുട്ടിനെയും കൊണ്ട് മൊത്തം കണ്ടില്ല, ആകെ വൃത്തികേടായിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. മഴ ഇപ്പൊ തന്നെ ഉണ്ട് ഭയങ്കര പൂപ്പലിന്റെ സ്മെല്ലും ഫുള്ള് ചതലൊക്കെ. ഇത് നോക്കാം, ജനലൊന്നും തുറക്കാനേ പറ്റില്ല. ഭയങ്കര അവസ്ഥയാണല്ലേ. ഇങ്ങനെ പാത്രങ്ങളിലാക്കിട്ടാണ് തുണികളൊക്കെ വെച്ചിരിക്കുന്നത്. ഓ, എന്താ വെച്ചാ ആ റൂമിലും വെക്കാൻ പറ്റില്ല. കരിമ്പന അടിച്ചിട്ട് മൊത്തം ഡ്രസ്സുകളൊക്കെ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. എന്തായാലും ഇത് നോക്ക്, മോളൊക്കെ പോയേ, കിടക്കാനൂടി പറ്റില്ല. സാധനങ്ങളും ചുമരൊക്കെ കണ്ടില്ലേ, എല്ലാം പൊട്ടിപ്പോയില്ലേ? അതെന്താ ഇങ്ങനെ പറ്റാൻ കാരണം? നമ്മള് തേച്ചിട്ടില്ല. ഓ, അതുകൊണ്ട് ഉള്ളും പുറമൊന്നും തേച്ചിട്ടില്ല. അന്ന് അങ്ങനെ ഒരു ചെറുതായിട്ട് പെട്ടെന്ന് നമ്മൾ വാടകയ്ക്കായിരുന്നു മുന്നേ ഇരുന്നിരുന്നു ഗ്രാമത്തില്. അവിടെ നിന്ന് അങ്ങനെ പെട്ടെന്ന് ഒന്ന് കെട്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഇതൊരു റൂമില്ലേ, അടുക്കള കാണാം കേട്ടോ. സുന്ദരി, അടുക്കളയിൽ ഇപ്പൊ ലൈറ്റ് ഇല്ലേ ചേച്ചി? തുറക്കം വെച്ചൊന്ന്. ഇത് പാമ്പ് വരും പറഞ്ഞിട്ടേ ഇതിന്റെ സൈഡില്
തുണി ഓ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് വാല. പാമ്പ് വരാറുണ്ടോ ഇതില്? അതില് അങ്ങനെ തൊടിയല്ലേ, ആ ആ ആ തുണിയൊക്കെ വെച്ചിട്ട്. ഇതാണ് അടുക്കള. അടുക്കളയിൽ ലൈറ്റ് ഇല്ല കേട്ടാ, ഇതാണ്ട് ഇത് മൊത്തം കരിഞ്ഞു പോകുന്നു. കത്തിപ്പോയി. അന്ന് വരുമ്പോ ഇവിടെ ഷോക്ക് അടിക്കണ്ടായിരുന്നു. ഇപ്പൊ ഇത് ഒന്നേന്ന് ആ മഴ ഇവിടെ ഫുള്ള് ചോർച്ചയാണ് കേട്ടാ. അവിടെ ഇങ്ങോട്ട് മൊത്തം വെള്ളം. മഴ പെയ്ത ആ വെള്ളം മുഴുവൻ എന്താ ഇവിടെയാണ്. ഇതെന്താ ചേച്ചി, ഇത് പൊട്ടിയതാണോ? അത് പൊട്ടിയതാണ്. ഓ ഇതെന്ത് വെച്ച് അടച്ചിരിക്കുക? എന്നിട്ട് തകരൊക്കെ വെച്ചിട്ട് അടച്ചിരിക്കുകയാണ് അല്ലേ? അടച്ചു വെച്ചിരിക്കുക. ഒരു സൈഡേ അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ ഇവിടെ മൊത്തം ഇനി ആദ്യം മുതൽ പണിയാണ്, അല്ലാണ്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ഥലവും കുറവാല്ലേ? ഇവിടെയാണ് പൊളിക്കണതൊക്കെ. ഇവിടെയാണോ? ഓ ചെറിയൊരു സ്ഥലമുണ്ട്. വെള്ളമൊക്കെ ഉണ്ടോ, കിട്ടാറുണ്ടോ? വെള്ളം ഇപ്പൊ അവര് തൽക്കാലം ആ വീട്ടുകാര് വെള്ളം തരുന്നു? പൈപ്പ് പഞ്ചായത്ത് കണക്ഷൻ വെള്ളം ഇല്ല? വരാണ്ട് 10 കൊല്ലായി. ആണോ? അതെന്താ? എന്താന്നറിയില്ല, ഇങ്ങോട്ട് വരുന്നില്ല വെള്ളം. എന്നിട്ടിപ്പോ താഴത്തെ വീട്ടുകാർക്കൊക്കെ ഉണ്ടോ? ഇല്ല, അവർക്ക് കിണറും ബോർവെല്ലൊക്കെ ഉണ്ട്. ഓ വെള്ളവും ഇല്ല. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവര് തരുന്നോണ്ട് അവരിപ്പോ എല്ലാ ദിവസവും വെള്ളം അടിച്ചു തരും. അവർക്ക് മോട്ടർ ഇടുമല്ലോ, അപ്പൊ അങ്ങനെ ഇവിടേക്ക് കണക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അത് അവരുടെ നല്ല മനസ്സ് കേട്ടാ. വെള്ളവും ഇല്ല, വല്ലാത്തൊരവസ്ഥയാണ് കേട്ടാ. അതെ, എന്തോ ചെയ്യാനാ. അതിന്റെ ഇടയിൽ ഈ പ്രായമായ അമ്മനെയും കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടാ. ഈ വീഡിയോ കാണുന്ന കേബിളാണല്ലേ, വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന 1 രൂപയെങ്കിൽ 1 രൂപ സഹായിക്കണം കേട്ടോ. കുഞ്ഞൊരു മോളാണ്. ഇവിടെ തന്നെ എപ്പോഴും പാമ്പും പഴുതാരിയൊക്കെ കാണുന്നതാണ്. ഇവര് ജീവിക്കുന്നവരുടെ അവസ്ഥയെ ഇതാണ് കേട്ടോ. ഈ ചേച്ചിയുടെ ഒരു വരുമാനം കൊണ്ടാണ് ഇവര് മുന്നോട്ട് പോകുന്നത് തന്നെ. അമ്മ ഇപ്പൊ ആശുപത്രിയിലൊക്കെ പോകണ്ടോ? പോണ്ട്, വയ്യാണ്ടിരിക്കണവന്. വയ്യാണ്ടിരിക്കാനല്ലേ? വയ്യ, ഒന്നിനും വയ്യ. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിനും വയ്യ പറഞ്ഞു, ഒന്നിനും വയ്യ അവന്. ഇങ്ങനെ വിറയ്ക്കുക, വീഴാൻ പോവുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശ്വാസം മുട്ടലുണ്ട്. ശ്വാസം മുട്ടലുണ്ട്. ഒന്നിനും വയ്യ പറഞ്ഞു, ഒന്നിനും വയ്യ. ഒന്ന് കൊണ്ടുപോകണം പറഞ്ഞ 4000 രൂപ എങ്ങനെയും വേണം. ഒന്ന് ഇഞ്ചക്ഷനും മറ്റേ ട്രിപ്പ് അന്ന് ഇതുപോലെ ചെയ്തിട്ടാണ് കുറച്ച് വ്യത്യാസം വന്നത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെന്താ ചെയ്യാ. ഓക്കെ, അപ്പൊ നിങ്ങളെ കൊണ്ട് പറ്റുന്ന 1 രൂപയെങ്കിലും ഇവരെ സഹായിക്കുക. ഇവർക്കാണെങ്കിൽ ട്രീറ്റ്മെന്റ്സിന് നല്ല ക്യാഷ് ഉണ്ട്. വീടിന്റെ അവസ്ഥ നിങ്ങൾ തന്നെ കാണുന്നതാണ്. അവസ്ഥ ഭയങ്കര മോശമാണ്. മഴ പെയ്തു കഴിഞ്ഞ് ഇവിടെ ഇവർക്ക് ഇരിക്കാനോട് പറ്റില്ല. കഴിഞ്ഞ വർഷം നമ്മളിവിടെ ഒന്ന് കണ്ടാണ് കേട്ടോ. ഭയങ്കര ഒരു അവസ്ഥയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒന്ന് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക.